ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇന്ന് നമ്മുടെ നോവലിൻ്റെ 2ാമത്തെ അധ്യായമാണ്. അപ്പോൾ പ്രണയശലഭം അധ്യായം 2. പിടിച്ചു നിൽക്കണം എന്നാണെങ്കിൽ വിസ അടിച്ചോ, അതല്ലെങ്കിൽ വാപ്പയുടെ വാക്കുകൾ മുറിഞ്ഞു നിന്നു. ഇല്ല വാപ്പ, വിസ അടിക്കാൻ കൊടുത്തു. എന്നാ ശരി മോനെ. അപ്പുറത്തു നിന്നും ഫോൺ കട്ടായപ്പോൾ റംഷി പതിയെ അൽത്താഫിന്റെ ഓഫീസിലെ മുറിയിലേക്ക് നടന്നു. എന്താണ് നിന്റെ തീരുമാനം? ഇല്ലക്ക, വിസ അടിക്കണം. എന്നാ പിന്നെ ഇന്ന് രാത്രി റെഡി ആയിക്കോ. ഒമാനിൽ നീ ചെന്നിറങ്ങുമ്പോൾ അവിടെ നിനക്ക് തിരിച്ചു വരാനുള്ള വിസ റെഡി ആയിട്ടുണ്ടാവും. അന്നത്തെ രാത്രി കൂടുതൽ കറുപ്പ് നിറഞ്ഞതുപോലെയായിരുന്നു. പ്രവാസം എന്ന ചതപ്പുകുഴിയിൽ ചവിട്ടാൻ ഉടമ്പടി തയ്യാറാക്കിയ ദിവസം. ദുബായ് എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് ഒമാനിൽ പോകേണ്ട കിഷിൽ പോയാൽ മതി എന്ന് അൽത്താഫ് വിളിച്ചു പറഞ്ഞത്. ഫോണിൽ കിഷ് എന്ന് പരതിയപ്പോൾ ആ രാജ്യത്തിന്റെ മുഴുവൻ വിവരങ്ങളും കിട്ടി. അധിനിവേശത്തിന്റെ മാറാപ്പു താങ്ങി നട്ടല് വളഞ്ഞുപോയ ഒരു ദ്വീപ്. കിഷ് എയർവേസിൽ അവിടെ ഇറങ്ങിയപ്പോൾ ശരിക്കും നാട്ടിലെ ബസ് സ്റ്റാൻഡാണെന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് നിസ്സാരമായിരുന്നു അവിടെ. എയർപോർട്ടിന് പുറത്തുള്ള ഒരു ഹോട്ടലിന്റെ റിസപ്ഷനിൽ പാസ്പോർട്ട് കൊടുത്തു. വിസയും തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് തരും എന്നാണ് അൽത്താഫൊക്കെ പറഞ്ഞത്. ചെറിയൊരു വഴിയിലൂടെ നടന്ന് എയർപോർട്ടിന് പുറത്തേക്ക് നടന്നു. ദുബായിൽ നിന്നും വന്നതുകൊണ്ടാവണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്നത് പോലെയായിരുന്നു എയർപോർട്ട്. അൽത്താഫ് പറഞ്ഞതുപോലെ ഹോട്ടലിലെ റിസപ്ഷനിലെത്തി പാസ്പോർട്ട് കൈമാറിയപ്പോൾ അയാളൊന്ന് നോക്കി. യുവർ വിസ ഈസ് നോട്ട് അപ്രൂവ്, പ്ലീസ് വെയിറ്റ്. കാത്തിരിപ്പുകൾ അങ്ങനെ നീണ്ടുകൊണ്ടിരുന്നു. ദാഹത്തിനും വിശപ്പിനും ഒക്കെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള കാത്തിരിപ്പുകൾ പതിയെ നല്ല ക്ഷീണത്തിലേക്ക് വഴിവെക്കുന്നുണ്ട്. കിഷിൽ വന്ന് 2 ദിവസമായിട്ടും വിസ ഒന്നും അനുവദിച്ചു വന്നില്ല. ഹോട്ടലിന്റെ റിസപ്ഷൻ നമ്പറിൽ നിന്നും അൽത്താഫിനെ വിളിച്ചു. അപ്പുറത്തൊന്നും അല്പം ശബ്ദം കേൾക്കാം. എടാ മോനെ, ഞങ്ങൾ വിസയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വിസ പാസ്സായി വരട്ടെ. നീ വേണമെങ്കിൽ 1-2 ദിവസം അവിടെ താമസിക്കേ. വസ്ത്രങ്ങളൊന്നും എടുത്തിട്ടില്ല, പിന്നെ പൈസ ഒന്നും കയ്യിലില്ല. വസ്ത്രങ്ങൾ ഉള്ളത് കൊണ്ട് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. നീ ഫോൺ കൊടുക്ക്, ഹോട്ടലിൽ ഞാൻ സംസാരിക്കാം. ഫോണിൽ സംസാരിച്ച റിസപ്ഷനിൽ നിന്നും 200 ദിർഹംസിലെടുത്ത് അൽത്താഫിന് നീട്ടി. തൽക്കാലം ഭക്ഷണത്തിനും താമസത്തിനും ഒക്കെ ഒരു സമാധാനമായി. റംഷിയെ പോലെ വന്നു കിടക്കുന്ന 1000 പേർ അവിടെ ഉണ്ടായിരുന്നു. ഗൾഫ് എന്ന സ്വപ്നത്തിലേറിപ്പോന്നവർ. വന്നവരുടെ നല്ലൊരു ശതമാനം 1 മാസങ്ങൾക്ക് മുമ്പ് എത്തിയവരാണ്. ഹോട്ടലുടമ വൈകുന്നേരം കൂടി നിൽക്കുന്ന ഒരാളുകളിൽ വന്ന് ഒരു ലിസ്റ്റ് വായിക്കും. ആ ലിസ്റ്റിൽ പേരുള്ളവരുടെയൊക്കെ വിസയും ടിക്കറ്റും റെഡി ആയിട്ടുണ്ടാവും. ജീവിതത്തിന്റെ കയ്പ് നിറഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ഒരവസരം കിട്ടിയതുപോലെ ഒരുപാട് സന്തോഷത്തോടെ അവർ ഫ്ലൈറ്റ് കയറി തിരിച്ചു മടങ്ങും. റംഷിയുടെ വിസ വന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞിരുന്നു. രാത്രിയുള്ള വിമാനത്തിൽ തിരിച്ച് ദുബായിലെത്തി. അൽത്താഫിന്റെ നിർദ്ദേശപ്രകാരം ഒരു ടാക്സി പിടിച്ച് കഫ്റ്റീരിയയിലേക്ക്, വീണ്ടും പഴയ ജീവിതത്തിലേക്ക്. ചായയും സമൂനയും ബർഗറും പുറത്തുവന്ന് നീട്ടി ബെല്ലടിക്കുന്ന അറബി വാഹനങ്ങളിലേക്ക് അങ്ങനെ അവൻ പാഞ്ഞുകൊണ്ടേയിരുന്നു. ദിവസവും വരുന്നവർക്ക് അവൻ സുപരിചിതനായിരുന്നു. അവിടെയും പറഞ്ഞിട്ടെത്താത്ത ഹിന്ദിയും മുറിവാല് മാത്രം അറിയുന്ന അറബിയും തരക്കേടില്ലാത്ത രീതിയിൽ പിടിച്ചു നിൽക്കുന്ന ഇംഗ്ലീഷും ഒരുവിധം ഒപ്പിച്ചവൻ ജീവിച്ചു പോവുകയാണ്. അറബി വണ്ടിയിൽ എത്തിക്കുന്ന ചായയ്ക്ക് വേണ്ടി അവർ അവനെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരുന്നു. നിഷ്കളങ്കമായ അവന്റെ ചിരിയിലും പ്രവൃത്തിയിലും ആനന്ദം കൊള്ളും. ജോലിക്കിടയിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ഇടവേളകളിൽ വീട്ടിലേക്ക് നമ്പറിലേക്ക് ഒക്കെ അവൻ വിളിച്ചു തുടങ്ങി. ഉമ്മാന്റെ കാലുവേദനയും ബാപ്പാന്റെ നടുവേദനയും അതിനിടയിൽ പെങ്ങളെ കാണാൻ വരുന്നവരുടെ വിശേഷങ്ങളും പറഞ്ഞാലും തീരാത്തത്ര കടല് പോലെ അങ്ങനെ നീണ്ടു കിടക്കും. മുറിയിലെ വൈഫൈ വാടകയും വിസയുടെ പൈസയും കട്ടാക്കി മാസം കിട്ടുന്ന 1200 ദിർഹംസ് ഒരു ഫിൽസ് പോലും ചോരാതെ നാട്ടിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നാട്ടിലെ പൈസ പോലെയാണ് ഇവിടെ ഫിൽസ്. പതിയെ പതിയെ പ്രവാസ ജീവിതവുമായി പൊരുത്തപ്പെട്ട് വരുന്നത് പോലെ. ദിവസം രാവിലെ ചായ കുടിക്കാൻ എത്തുന്ന ഒരു അറബിയാണ് ആദ്യമായി അവനെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയത്. നിങ്ങൾ മലയാളിയാണോ? അല്പോ കൊഞ്ഞൽ കുത്തി തൊപ്പിത്തടഞ്ഞ മലയാളത്തിൽ അറബിയുടെ ചോദ്യത്തിൽ അവൻ അത്ഭുതപ്പെട്ടു. അതെ, കേരള. അന്ന് തുടങ്ങിയ ചെറിയ ചെറിയ വിശേഷം ചോദിക്കൽ അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിന്നു. ദിവസവും അവനെ കാണാനായി അയാൾ എത്തിത്തുടങ്ങി. എനിക്കൊരു ഹോട്ടലുണ്ട്, നിനക്കവിടെ ജോയിൻ ചെയ്യാൻ കഴിയുമോ? അറബാബ്, എനിക്കിവിടെ പുതിയ വിസ എടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ വിസയുടെ പൈസ മുഴുവൻ കൊടുക്കേണ്ടി വരില്ലേ? പൈസ പ്രശ്നമല്ല, പക്ഷെ നിനക്ക് താല്പര്യമുണ്ടോ? ഈ കഫ്റ്റീരിയയുടെ നരകത്തിൽ നിന്നും ആർക്കാണ് രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാതിരിക്കുക?
ശരീരവും മനസ്സും ഒരുപോലെ പൊള്ളുന്ന ചൂടിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് ആർക്കാ മോഹമില്ലാണ്ടിരിക്കുക. അറബി ഒന്ന് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അൽത്താഫിന്റെ ഓഫീസിലേക്ക് നടന്നു. അറബിയെ കണ്ടപ്പോൾ അൽത്താഫ് സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങൾ മലയാളിയല്ലേ? എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനാണ് ഇഷ്ടം. അറബി സംസാരിച്ചു കൊണ്ടിരുന്നു. റംഷിയുടെ വിസ പുതിയതാണോ? അതെ. അയാളെ എനിക്ക് വേണം. എനിക്ക് അയാളെ തരാൻ കഴിയുമോ? റംഷിയുടെ വിസ പുതുതായി എടുത്തതാണ്. അയാൾക്ക് വേണ്ടി ഞങ്ങളുടെ പുതിയ മുതൽ മുടക്കാണ്. അത് കുഴപ്പമില്ല. അത് എത്ര തന്നെ ആയാലും ഞങ്ങൾ നോക്കിക്കൊള്ളാം. നാളെ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാൻ അവനെ നാളെ വന്ന് കൊണ്ടുപോവുകയും ചെയ്യും. തിരിച്ച് സലാം പറഞ്ഞ് അൽത്താഫിന് കൈകൊടുത്ത് അറബി പിരിയുമ്പോൾ റംഷി അത്ഭുതത്തോടെ അറബിയെയും അൽത്താഫിനെ നോക്കി. അൽത്താഫ് റംഷിയുടെ അടുത്തെത്തി അവന്റെ തോളിൽ തട്ടി. പോയി രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുമോനെ. അന്ന് രാത്രി റംഷിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. ശരിക്കും ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാത്തതുപോലെ. റൂമിൽ എല്ലാവർക്കും റംഷി പോകുന്നതിന്റെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ അവനൊരു സ്ഥാനം ഉറപ്പിച്ചിരുന്നു. വസ്ത്രങ്ങളെല്ലാം ബാഗിലാക്കി കോളിംഗ് കാർഡിൽ വീട്ടിൽ വിളിച്ച് സംസാരിച്ചു. അപ്പുറത്തുനിന്ന് ഉമ്മയും ബാപ്പയും പെങ്ങളും എല്ലാവരും മത്സരിച്ചു. വിശേഷങ്ങൾ പറയാൻ തിടുക്കം കാണിക്കുകയാണ്. കാത്തിരിപ്പുകൾക്കൊടുവിൽ ദ്രോഹത്തിന് പകരം റംഷിയെ കൈമാറി ഒരടിമയുടെ ഭാരവും പേറി അവൻ അറബിയുടെ വണ്ടിയിൽ കയറി. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ യാത്രയായി. അറബിക്കഥകളിലേക്ക് പോലെ വിജനത നിറഞ്ഞ മരുഭൂമിയിലൂടെയുള്ള യാത്രയ്ക്ക് ഒടുവിൽ ഒരു പട്ടണത്തിലെത്തി. അവിടെ ഓക്കുമരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു റെസ്റ്റോറന്റിന് മുന്നിൽ വാഹനം നിന്നു. പരിചിതമല്ലാത്ത അവിടെ അവൻ അത്ഭുതത്തോടെ നോക്കി. അവധിക്കാലം ആഘോഷമാക്കാൻ ഒത്തുചേർന്ന വിദേശികൾ, പിന്നെ കുടുംബവുമായി വന്നിരിക്കുന്ന അറബികൾ, എല്ലാം കൊണ്ടും ഗംഭീരമായിരിക്കുന്നു. മുട്ടപ്പം പാവാട ധരിച്ച തരുണീമണി സുന്ദരികൾ, നിശബ്ദമായ അന്തരീക്ഷം, സംഗീതസാന്ദ്രമായ വെസ്റ്റേൺ ഗാനങ്ങൾ ഒഴുകിയെത്തി. അറബിയെ കണ്ടപ്പോൾ എല്ലാ ജീവനക്കാരും ബഹുമാനത്തോടെ അയാളെ നോക്കി. സാക്കിൽ താൽ, ഒരു ചെറുപ്പക്കാരനെ നോക്കി അറബി വിളിച്ചു. അവൻ അറബിയുടെ അടുത്തേക്ക് വന്നു. അറബിയിൽ റംഷിയെ ചേർത്ത് പിടിച്ചു. അയാൾ എന്തൊക്കെയോ പറഞ്ഞു. അവിടെ കുറെ മലയാളികൾ ഉണ്ടായിരുന്നു. എല്ലാവരും പരസ്പര സ്നേഹത്തോടെ അവനെ നോക്കി. അറബി എല്ലാവരെയും കൈയുയർത്തി കാണിച്ച് തിരിച്ചു മടങ്ങി. കഫ്റ്റീരിയിൽ നിന്നും ഒരുപാട് വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നു. ജോലി സമയം, താമസിക്കുന്ന സ്ഥലം, ആളുകൾ എല്ലാം. ജോലി ചെയ്യുന്നത് ഒരു മനുഷ്യനാണ് എന്ന പരിഗണന കിട്ടിയിരുന്നു. മുറിയിലെ വൈഫൈയിൽ നിന്ന് നാട്ടിലേക്ക് വിളിച്ച് എല്ലാവരുടെയും സന്തോഷത്തിലും സീനത്തിന്റെ നമ്പറിലും വിളിച്ച് സന്തോഷം അറിയിച്ചു. അവളുടെ വാക്കുകൾ സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും കലർന്ന് മുറിഞ്ഞു മുറിഞ്ഞു നിന്നു. എടോ, അവന്റെ വിളിയിൽ അവൾ മൗനിയായിരുന്നു. ഇക്ക, എനിക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല. അങ്ങനെയൊന്നും പറയല്ലേ പെണ്ണെ. ഞാനിപ്പോ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലാണ്. താൻ ധൈര്യമായിരിക്കെ. ഇക്ക, എനിക്കിവിടെ ഒരു സമാധാനമില്ല. കല്യാണം എന്ന് പറഞ്ഞ് ഒരു പുറകെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് റംഷി. നല്ല ആലോചനകളാണെങ്കിൽ തനിക്ക് നോക്കിക്കൂടെ? ദേ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. നിനക്കെന്നെ ഇതുവരെ മനസ്സിലായില്ലേ? മനസ്സിലാവാനിട്ടല്ല മാഷേ, സാഹചര്യം കൂടി തനിക്ക് അറിഞ്ഞൂടെ? എന്ത് സാഹചര്യം? ഇതിലൊന്നും ഒരു കാര്യമില്ല റംഷി. ഇതല്ലേ വേറെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് നീ കരുതുന്നുണ്ടോ? മോഹങ്ങളില്ലാഞ്ഞിട്ടോ ഇഷ്ടങ്ങളില്ലാഞ്ഞിട്ടോ അല്ലല്ലോ. പടച്ചോൻ ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവില്ലേ റംഷി? സീനത്തിന്റെ ശബ്ദം അലിഞ്ഞില്ലാതാവുന്നത് പോലെ. സങ്കടപ്പെടല്ലേ മാഷേ, നീ വെച്ചോടി, ഞാൻ വിളിക്കാം. അധ്യായം 2. റംഷിയുടെ ഫോൺ കട്ട് ചെയ്തപ്പോൾ സീനത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളുടെ മുറിയിൽ അവൾ അങ്ങനെ ഇരുന്നു. പുസ്തകത്താളുകൾ തുറന്ന് അതിലവൻ ഒളിപ്പിച്ചു തന്ന പെറ്റു പ്രസവിക്കാരായ മയിൽപീലിയെ നോക്കി. അവൻ തന്ന ചെമ്പകം പുസ്തകത്താളുകൾക്കിടയിൽ ഉണങ്ങിപ്പറ്റിപ്പിടിച്ചിരുന്നു. ചെമ്പകത്തിന്റെ ചെറിയ ഗന്ധം പതിയെ പുറത്തേക്ക് ഒഴുകുന്ന പോലെ. ഓർമ്മകളുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചു. ആർക്കോ വേണ്ടി എന്ന പോലെ ഹൃദയത്തിന്റെ ഒരു കോണിൽ ഒരു ചെമ്പനീർപ്പൂ പോലെ ചുവന്നു തുടുത്തു പ്രണയം. കൊഴിഞ്ഞതെല്ലാം ഇന്നലകളുടെ ഓർമ്മകളായിരുന്നു. വിരിയാനുള്ളത് നാളെയുടെ ഓർമ്മകളാകേണ്ടതും. കഷ്ടങ്ങൾ എത്ര വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. എന്റെ പ്രണയമേ, പൂക്കളൊന്നും എനിക്ക് വേണ്ട. കൊഴിയാതെ കൂടെ നിൽക്കുന്ന ഒരു പൂക്കാലം മാത്രം മതി എനിക്ക്. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറയുകയായിരുന്നു. പുറത്തുനിന്നും ശക്തമായ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് സീനത്ത് ചിന്തകളിൽ നിന്നുണർന്നത്. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ഉമ്മ
മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നീ കരയുകയാണോ? ഏയല്ല, നിന്നെയൊക്കെ ഇത്രയും കാലം പോറ്റി വളർത്തി ഞാനല്ലേ. അതുകൊണ്ട് നിന്റെ കണ്ണൊക്കെ ഒന്ന് കലങ്ങിയാൽ തന്നെ എനിക്ക് അറിയാൻ പറ്റും. സീനത്തിന് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ഉമ്മാനെ കെട്ടിപ്പിടിച്ചു. ഉമ്മ, റംഷയ്ക്ക് നല്ലൊരു ജോലിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ കല്യാണം നടത്തിത്തരാനുള്ള സാഹചര്യം ഉപ്പാനോട് പറഞ്ഞ് ശരിയാക്കണം. എന്ത് ശരിയായിട്ടുണ്ടെന്നാ നീ പറയുന്നത്? സ്വന്തമായിട്ടൊരു വീടെങ്കിലും ഇല്ലാത്ത അവർക്ക് ഞങ്ങൾ എങ്ങനെ കെട്ടിച്ചു കൊടുക്കാനാ നിന്നെ? അതുമാത്രമല്ല, ഈ നാടോടി ജീവിതം എത്ര കാലം ജീവിക്കാൻ കഴിയും? എല്ലാവർക്കും സുഖം മാത്രമല്ല, ജീവിതത്തിൽ ദുഃഖങ്ങളും ഉണ്ടാവില്ലേ? ദുഃഖത്തിലും സുഖത്തിലും ഞങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞോളാം. വന്നു വന്ന് മനസ്സിന്റെ സമാധാനം പോയി പടച്ചോനെ. ഓനെ ഇവിടെ ഇല്ലാത്തത് തന്നെ വലിയ വലിയ സമാധാനം. ഒരു കല്യാണത്തിന് വീട്ടിൽ കൂടുതൽ ഒന്നും നിന്നെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അവനോ അവന്റെ ആളുകളോ വന്ന് വിളിച്ചാൽ ഇറങ്ങിപ്പോകാൻ റെഡിയായി നിൽക്കല്ലേ നീ? സീനത്ത് ഒന്നും പറയാതെ നിന്നു. മുറിയുടെ വാതിൽ വലിച്ചടച്ച് ഷിംല ചവിട്ടിയിളക്കി നടന്നുപോയി. ഷിംലയുടെ തിരിച്ചുവരവും കാത്ത് സീനത്തിന്റെ പാപ്പ ഷുക്കൂർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താടി അവൾ പറയുന്നത്? എത്ര പറഞ്ഞാലും മനസ്സിലാവണ്ടേ? പറഞ്ഞു തന്നെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഇന്നൊരു കൂട്ടർ അവളെ കാണാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം നീ അവളോട് പറഞ്ഞില്ലേ? ഞാൻ അതൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അവളിപ്പോഴും ഒറ്റക്കാലിൽ നിൽപ്പാണ്. ഇങ്ങനെ ഒരു ചെകുത്താൻ അവളുടെ ഉള്ളിൽ കയറിക്കൂടുന്നവരെ നീ എവിടെയായിരുന്നു? ഗൾഫിലെ കൊടും ചൂടിൽ പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് 4 കായ് ഉണ്ടാക്കിയത് കണ്ണിക്കണ്ടവന്മാർക്ക് തിന്നുപോകാനല്ല, നമ്മുടെ മക്കളെ, നമ്മുടെ പെൺകുട്ടികളെ നല്ല ഒരിടത്തേക്ക് കെട്ടിച്ചുവിടാനാണ്. പുറത്തുപോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി കൊണ്ടുവരാനേ ആണുങ്ങൾക്ക് കഴിയൂ. കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്താനും കുഞ്ഞുങ്ങളുടെ ജീവിതശൈലി മാറ്റിയെടുക്കാനും കഴിയുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമേ കഴിയൂ. മീൻസ് നിങ്ങൾ തള്ളമാർക്ക്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ. സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു കുടുംബമായിരുന്നു. പെട്ടെന്ന് ഓരോരോ തകർച്ചകൾ വന്നപ്പോൾ ഷിംല, ഇതിനെക്കുറിച്ച് ഞാനും നീയും തർക്കിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കുഞ്ഞ് പെട്ടിരിക്കുന്ന ഈ കുരുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ പുറത്തെടുക്കുക എന്നുള്ളത് മാത്രമേ അതിനുള്ളൊരു വഴി. നാളെ ഒരു കൂട്ടർ വരുന്നുണ്ട്. ചെക്കൻ അഡ്വക്കേറ്റാണ്. ഒന്ന് കാണാൻ പറ. ഇക്ക, ഞാനിപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടല്ലേ അടുത്തേക്ക് പോയത്. കരഞ്ഞു വീർപ്പിച്ച് നിൽക്കുക. ഈ പ്രായത്തിൽ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ നമ്മളത് കാണേണ്ടി വരില്ലേ? ഷിംലയുടെ വാക്കുകൾക്ക് മുന്നിൽ അയാൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അയാൾ തന്നെ സീനത്തിന്റെ മുറിയിലേക്ക് നടന്നു. ബെഡിൽ കമിഴ്ന്നു കിടന്ന് കരയുന്ന അവളുടെ അടുത്ത് അയാളിരുന്നു. എണ്ണമയമില്ലാതെ പാറിപ്പറക്കുന്ന അവളുടെ തലമുടിയിൽ ഒന്ന് തലോടി. അവൾ പതിയെ തല പൊന്തിച്ച് അയാളെ ഒന്ന് നോക്കി. കവിളിലൂടെ ചാലിട്ടൊഴുകിയ കണ്ണുനീർ അയാൾ തുടച്ചെടുത്തു. എന്തിനാ എൻ്റെ കുട്ടി ഇങ്ങനെ കരയണേ? ഇങ്ങനെ കരഞ്ഞ പിന്നെ ബാപ്പായി കൊണ്ട വെയിലിനൊക്കെ വെറുതെ ആവില്ലേ? എഴുന്നേറ്റിരിക്കേണ്ട കുട്ടി. അയാളുടെ സ്നേഹത്തോടെയുള്ള തലോടലിൽ സീനത്ത് എഴുന്നേറ്റിരുന്നു. എൻ്റെ കുട്ടികളിൽ 2 ആളിലും ബാപ്പാക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പ്രതീക്ഷകൾ എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച് വലുതായി കളക്ടർ ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനൊന്നുമല്ല. നല്ല അന്തസ്സിന് ചേരുന്ന, നമ്മളെ കുടുംബത്തിന് ചേർന്ന് നിൽക്കുന്ന, നിങ്ങളെ പൊന്നുപോലെ നോക്കുന്ന കുടുംബങ്ങളിലേക്ക് നിങ്ങളെ കെട്ടിച്ചയക്കണം എന്നായിരുന്നു. അതിനുവേണ്ടി ബാപ്പ രാവും പകലും ഇല്ലാതെ അറബി നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ കാണുന്നത് മുഴുവൻ. ഇതെൻ്റെ കുട്ടികൾക്കുള്ളതാ. അത് എത്തിച്ചേരേണ്ട കൈകളിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ ബാപ്പ കൊണ്ട വെയിലുകൾ അത്രയും വെറുതെയാവും. കുബൂസും ചൂടുവെള്ളവും കുടിച്ച് ജീവിക്കാതെ ജീവിച്ചു പോയത് അത്രയും പാഴായി പോവും. നിങ്ങളുടെ ഉമ്മയെ വിവാഹം ചെയ്തു പോയത് മുതൽ 2-3 വർഷത്തിൽ കിട്ടുന്ന 2 മാസത്തെ അവധി മാത്രമാണ് ഞാൻ അവളോടൊപ്പം ചെലവഴിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കാലങ്ങളിൽ അത്രയും ദുരിതങ്ങൾ പേറി ആ നാട്ടിൽ നിന്നത് നിങ്ങൾ എന്ന പെൺകുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ഈ ആയുസിൻ്റെ ഇടയിൽ എല്ലാം കൂടി കൂട്ടിയാൽ 1, 2, 3 വർഷമാണ് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചത്. ഈ 3 വർഷം ജീവിക്കാൻ വേണ്ടി അവളുടെ എൻ്റെയും ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിനക്കല്ലാതെ ഞങ്ങളുടെ പോയ ജീവിതം തിരിച്ചു തരാൻ കഴിയില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലോ എൻ്റെ മോൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവനെ മറക്കണം. നാളെ ഒരു വക്കീല് എന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. മിടുക്കനാ, വലിയ തറവാട്ടുകാരനാ, പിന്നെ ഒരുപാട് സ്വത്തുക്കളും. ഈ പറഞ്ഞ പോലെ എൻ്റെ മോൾക്ക് അവിടെ നല്ല സുഖമായിരിക്കും. കൗമാരപ്രായത്തിൽ ആർക്കാണ് ഒരു പ്രണയവും ഇഷ്ടവും ഒന്നും ഇല്ലാതിരിക്കുക? ജീവിതത്തിൽ ഓർക്കാനുള്ള എന്തെങ്കിലും ഒന്നിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ അവിടെ ഇരിക്കട്ടെ. എൻ്റെ മോള് നാളെ വരുന്ന അവർക്ക് മുന്നിൽ നല്ല സന്തോഷവതയായി മിടുക്കി കുട്ടിയായിട്ടിരിക്കണം. തിരിച്ചു പറയാൻ ഒന്നുമില്ലാതെ വാക്കുകൾ കിട്ടാതെ സീനത്തിന്റെ തൊണ്ടടറി. ഇനിയും ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് അവനെ തന്നെ വേണമെന്നാണെങ്കിൽ
എവിടെയാണ് എന്ന് വെച്ച വാപ്പച്ചി ആക്കി തരും. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വാപ്പച്ചി ഉണ്ടാവില്ല, ഉമ്മച്ചിയും നിന്റെ ഇളയതും ഉണ്ടാവില്ല. അവൻ്റെ ഒപ്പം മാത്രമായിരിക്കും നിന്റെ ജീവിതം. ചെകുത്താനും നടുകടലിലും പെട്ടതുപോലെ ഒന്നും പറയാനും പ്രവർത്തിക്കാനും കഴിയാതെ സീനത്ത് അങ്ങനെ നിന്നു. ശുക്കൂർ മുറിവിട്ട് പുറത്തേക്കിറങ്ങിയതിന് പിന്നാലെ ഷിംല സീനത്തിന്റെ അടുത്തിൽ വന്നിരുന്നു. മോളെ, ഇപ്പൊ ഇറങ്ങിപ്പോയ നിന്റെ ബാപ്പ. ആ മനുഷ്യൻ ഇന്നേ വരെ കണ്ണ് നിറച്ച് ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് വേണ്ടി മാത്രമാണ്. എഴുന്നേൽക്കാൻ നോക്ക്, ഈ കിടപ്പൊന്നും മതിയാക്ക്. ആ അമ്മ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്കൊന്ന് നിസ്കരിക്കണം അമ്മ. ആ ചെല്ലു മോളെ, ഒതു എടുത്ത് നിസ്കരിക്ക്. അവൾ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് പാറിപ്പറക്കുന്ന തലമുടി വാരിക്കെട്ടി പൈപ്പ് തുറന്ന് മുഖത്തേക്ക് വെള്ളമടിച്ച് കഴുകി. കണ്ണുകളിൽ നിന്നും ഒഴുകി വരുന്ന ചൂട് കണ്ണുനീർ അവളുടെ കൺതടങ്ങളെ പൊള്ളിക്കാതെ നനയിച്ചു കടന്നുപോയി. ശരീരഭാഗങ്ങളെല്ലാം ശുദ്ധിവരുത്തി നിസ്കാരപ്പായിലേക്ക് കയറുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു സമാധാനമില്ലായ്മ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. വെണ്മയാർന്ന നമസ്കാര കുപ്പായത്തിനുള്ളിലേക്ക് അവൾ കയറുമ്പോൾ എല്ലാത്തിനും നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിരിക്കണം. നിയന്ത്രണമില്ലാതെ കണ്ണു നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുള്ളികൾ നിസ്കാര കുപ്പായം നനച്ചിട്ടുണ്ടാവണം. നമസ്കാരം കഴിഞ്ഞ് റംഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പെണ്ണാവാൻ കഴിയാത്തതിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന് പടച്ചവനോട് പറയാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. സീനത്തിലുണ്ടായിരുന്ന മാറ്റം ഷിംലയ്ക്കും സമാധാനമായിരുന്നു. തന്റെയും കുടുംബത്തിന്റെയും കണ്ണുനീരിന് ഒരു സമാധാനം വന്നിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ചിരിക്കാനും സംസാരിക്കാനും തുടങ്ങിയിരുന്നു. വീടിന്റെ മുറ്റത്ത് ഒരു ബെൻസുകാർ വന്നു. അതിൽ നിന്നും സുമുഖനായ ഒരു ചെറുപ്പക്കാരനും 2-3 ആളുകളും ഇറങ്ങി. ശുക്കൂർ അകത്തുനിന്നും പുറത്തേക്ക് വന്ന് അതിഥികളെ കണ്ട് വളരെ സന്തോഷം പ്രകടിപ്പിച്ചു. അസ്സലാമു അലൈക്കും, ഞാൻ നിങ്ങളെ കുറച്ചു നേരത്തെ പ്രതീക്ഷിച്ചു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വരുന്ന വഴിയിൽ അല്പം ബ്ലോക്കിൽ കുടുങ്ങി. ശുക്കൂർ അവരെ സ്വീകരിച്ച് അകത്തെ സ്വീകരണ മുറിയിലേക്ക് ഇരുത്തി. മനോഹരമായ വീടിന്റെ അകത്തളങ്ങൾ മുഴുവൻ വരനും കൂട്ടുകാരും ആസ്വദിക്കുകയായിരുന്നു. ടേബിളിൽ നിറഞ്ഞിരുന്ന പലഹാരങ്ങൾ അതിലധികവും ഷിംലയുടെ കൈപ്പുണ്യം നിറഞ്ഞതായിരുന്നു. സീനത്തിന്റെ അനിയത്തി സീമ ഇടയ്ക്ക് അവരെ ഒളിഞ്ഞു നോക്കി. അവൾ ഇത്താത്തയുടെ മുറിയിലേക്ക് ഓടി. ഇത്താത്ത, ഉമ്മയുടെ എപ്പോഴും സെലക്ഷൻ അടിപൊളി കേട്ടോ. ചെക്കൻ കുഞ്ചാക്കോ ഭവനെ പോലെ ഉണ്ട്. എങ്കിൽ നിനക്ക് കെട്ടിക്കൂടെ കുഞ്ചാക്കോ ഭവനെ പോലെ ഉണ്ടെങ്കിൽ? മൂത്തത് നീയല്ലേ, നിന്നെ കെട്ടിച്ചു വിട്ടാലല്ലേ പിന്നെ എനിക്ക് കെട്ടാൻ പറ്റൂ. അവളുടെ സംസാരം കേട്ട് സീനത്ത് തരിച്ചു നിന്നു. ഹാളിലെ കല്യാണാലോചന താർക്കുകയാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഞാൻ കഷ്ടപ്പെട്ടതും കെട്ടിപ്പടുത്തതും മുഴുവൻ ഇവറ്റകൾക്ക് വേണ്ടിയുള്ളതാ. ഒരു 3-4 കോടി വരും ഈ വീട് തന്നെ. അയ്യോ, നിങ്ങളങ്ങനെ കൊടുക്കൽ വാങ്ങലുകളൊന്നും പറയണ്ട. ശരിക്കും ഇയാൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ലൊരു വക്കീലാണ്. കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രായം ചെന്ന ബ്രോക്കർ അവരെ തിരുത്തിക്കൊണ്ട് സംസാരിച്ചു. എന്നാൽ ഞാൻ മോളെ വിളിക്കാം. ശുക്കൂർ അകത്തേക്ക് നോക്കി സീനത്തിനെ വിളിച്ചു. ലഹങ്കയിൽ അണിഞ്ഞ് ഒരുങ്ങി ഒരു മണവാട്ടിയെപ്പോലെ ചായയുമായി സീനത്ത് ഹാളിലേക്ക് കടന്നു വന്നു. ഓരോരുത്തർക്കും ചായ കൊടുത്ത് വക്കീലിന്റെ മുഖത്തേക്ക് അവളൊന്ന് നോക്കി. ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. ബ്രോക്കർ ഷുക്കൂറിനോട് പറഞ്ഞപ്പോൾ ഒരു തീ ആളിക്കത്തിയതുപോലെയായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് മാറിയപ്പോൾ അവർ അവിടെ തനിച്ചായി. എന്താണ് പേര്? സീനത്ത്. എൻ്റെ പേര് ഷംനാസ് എന്നാണ്. എനിക്കിവിടെ സംസാരിക്കാൻ തീരെ കംഫർട്ടല്ല. നമുക്ക് അങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്ന് സംസാരിക്കാം. സീനത്തിന്റെ സംസാരത്തിൽ ഷംനാസ് ശരിക്കും ഞെട്ടിപ്പോയി. പെൺകുട്ടികൾ അവരുടെ വീട്ടിൽ സ്വതന്ത്രയാണ്. എന്നിട്ടും ഓ, തനിക്കെവിടെയാണ് ഓക്കെയെങ്കിൽ അവിടേക്ക് പോ. സീനത്ത് ഹാളിൽ നിന്നും പുറത്തേക്കിറങ്ങി മുറ്റത്തിന്റെ ഒരു കോണിലുള്ള അത്തിമരത്തിന്റെ ചോട്ടിലായി ഇരുന്നു. കട്ട കൊണ്ട് കെട്ടി ടൈൽ വിരിച്ച ഒരു ഇരിപ്പിടം അത്തിക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അവിടെ അവൾക്കടുത്തായി അവനിരുന്നു. അതെ, ഇയാൾക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അവളുടെ ചോദ്യത്തിൽ അവനൊട്ടും പതറിയില്ല. കാരണം ഇങ്ങനെയൊരു ചോദ്യം അവളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു. നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിച്ചു വരുന്നവരല്ലേ. കല്യാണം കഴിഞ്ഞവർക്ക് വരെ ഇപ്പോൾ വേറെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ പിന്നെ വിവാഹം കഴിയാത്ത ഒരാൾക്കുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം? അതിനർത്ഥം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം, അല്ലേ വക്കീലെ? തീർച്ചയായും. കല്യാണം കഴിഞ്ഞാൽ എന്താ പരിപാടി? അത് നിർത്തും. അപ്പോൾ അത് ചീറ്റിംഗ് അല്ലേ? സമയം കളയാൻ വേണ്ടിയാണോ രണ്ടുപേരും? ലോകത്തിലെല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ സീനത്ത്? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ ചോദ്യം ചെയ്യുകയല്ല ഷംനാഥ്.
ഒരു സംശയം മാത്രം ചോദിക്കുകയാണ്. ഞാൻ ഒരാളുമായി പ്രണയത്തിലാണ്. പക്ഷെ ഞങ്ങൾ വേറെ ഒന്നുമില്ല. അതായത് സെക്സുമായി ബന്ധമുള്ള ഒരു ലിങ്കുമില്ല. എനിക്ക് അവനെയും അവൻ എന്നെയും പിരിയാൻ കഴിയില്ല. ഇവിടെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വിഡ്ഢിവേഷം കിട്ടിയെന്ന് മാത്രം. നിങ്ങൾക്ക് എന്നെ സഹിക്കാൻ കഴിയും. നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കൂടി കഴിയും. നിങ്ങൾക്ക് പറഞ്ഞൂടെ ഞാൻ വേറൊരു പെൺകുട്ടിയുമായ ഇഷ്ടത്തിലാണെന്ന്? ഷംനാദ് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, ഒന്ന് ചിരിച്ചു കാട്ടി. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. വീട്ടുകാരോട് യാത്ര പറഞ്ഞ് ഇറങ്ങി ഷംനാദ് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. സീനത്ത് ചിരിച്ചുകൊണ്ട് കൈവീശി കാണിച്ചു. സീനത്തിന്റെ മാറ്റത്തിൽ ഷുക്കൂർ ഒത്തിരി സന്തോഷിച്ചു. എന്താ മോളെ, നിനക്ക് ഓക്കെ അല്ലേ? ആഹാ, ഞാൻ ഓക്കെയാണ്. ഉപ്പാന്റെ ഉമ്മാന്റെ സെലക്ഷൻ അടിപൊളി, അവൾ നാണത്തോടെ പറഞ്ഞു. ഷുക്കൂർ ഷിംലയെ നോക്കി ഒന്ന് ചിരിച്ചു. കണ്ടോടി, എന്റെ മക്കള് ഞാൻ പറയുന്നതിലപ്പുറമില്ല. കോണിപ്പടി മുകളിലേക്ക് കയറുമ്പോൾ സീനത്തിന്റെ ഉള്ളിൽ ചിരി. ഇനി ഒരിക്കലും അവൻ ഈ വീട്ടിലേക്ക് വരില്ല. അതിനുള്ള ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. റംഷിയുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ റിപ്ലൈ ഒന്നും കിട്ടിയില്ല. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് ഫോണൊന്ന് മിന്നിയപ്പോൾ നോക്കിയത്. റംഷിയാണ് ഓൺലൈനിൽ. എടോ, ഇന്ന് എന്നെ പെണ്ണ് കാണാൻ ഒരാൾ വന്നു. നല്ല ഡീസൻ്റായി ഞാൻ തന്നെ മുടക്കി വിട്ടു. അടിപൊളി. എന്താടി, എന്താ നിനക്ക്? എടാ, ഒരുമാതിരി തൊലിഞ്ഞ വർത്താനം പറഞ്ഞുണ്ടല്ലോ. ഞാൻ അവൻ്റെ കൂടെ പോവും. എന്നിട്ട് ഒടുക്കം ഞാൻ തേച്ചു എന്ന് പറഞ്ഞിട്ട് വിരോഹാനം പാടി അലഞ്ഞു തിരിയരുത് കേട്ടോ. എടി, ഞാൻ വീട്ടിൽ വിളിച്ച് നിന്റെ കാര്യം സംസാരിക്കട്ടെ? ഇല്ലടാ, അതിലൊന്നും കാര്യമില്ല. ഞാൻ ആവുന്നതും പറഞ്ഞതാ. പക്ഷെ നീ ആദ്യം ഒരു വീട് വെക്കാൻ നോക്ക്. എല്ലാവരെയും ധിക്കരിച്ച് എനിക്ക് നിന്റെ കൂടെ ഇറങ്ങി വന്ന കിടക്കാൻ ഒരിടാം. അവൻ്റെ കൂടെ പോയിട്ട് ആ പെണ്ണിന്റെ ഗതി കണ്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നാളെ എന്താവും? എടോ, ഇവിടുത്തെ 2000 ശമ്പളത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് താൻ പറയും. എടാ റംഷി, അങ്ങനെ ചോദിച്ചാലൊന്നും എനിക്കറിയില്ല. താഴെ ലാൻഡ് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കിട്ടും. എടാ, അവർ ഈ കല്യാണം വേണ്ട എന്ന് പറയാൻ വിളിക്കുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യ്. സീനത്ത് പതിയെ വാതിൽ തുറന്ന് ഫോണിൽ പറയുന്നത് കേൾക്കാൻ കാതോർത്തു. ഹലോ ഹലോ, ഷുക്കൂറാണോ? അതെ. ഷുക്കൂർക്ക, ചെക്കനെ പെണ്ണിനെ നന്നായി ബോധിച്ചു. നാളെ ചെക്കൻ്റെ വീട്ടുകാരും പെങ്ങളും വരും. എന്നിട്ട് മിഠായി കൊടുക്കണമെന്ന്. ഓക്കെ, ആയിക്കോട്ടെ, നാളെ തന്നെ ആയിക്കോട്ടെ. എന്നാ ശരി, ഞാൻ അവരോട് പറയാം. ഫോൺ വെച്ച് ഷുക്കൂർ സീനത്തിനെ വിളിച്ചു. എടീ, നാളെ വീട്ടുകാർ വരുന്നുണ്ട്. ചെക്കന് നല്ലോണം ഇഷ്ടായിന്. സീനത്തിന്റെ നെഞ്ചിൽ വെള്ളടി വെട്ടി. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവൾ ഫോണിൽ നോക്കിയപ്പോൾ റംഷി കട്ട് ചെയ്തു പോയിരുന്നു. അയാൾ എന്താണ് മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക? താഴെ ബാപ്പ കുടുംബക്കാരെയും കൂട്ടക്കാരെയും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. വെപ്പുകാരൻ ബിരിയാണി മുഹമ്മദുക്കയുടെ കിടിലൻ ബിരിയാണിയാണ്. അവൾ മുറിയിൽ ബെഡിൽ കയറി കമന്നു കിടന്നു. അധ്യായം 3. പുതിയ സ്ഥലം റംഷിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കിട്ടുന്ന ക്യാഷ് നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് പതിയെ കടങ്ങളിൽ നിന്നൊക്കെ കരയേറിക്കൊണ്ടിരിക്കുകയാണ്. മുറിയിലെ ഷംസീർ മാനേജറുടെ മുഖത്ത് ഒരു ഞെട്ടൽ. അയാൾ ഫോണിൽ അറബിയിൽ എന്തോ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. എന്തായിക്കാ? ആരോ ചോദിക്കുന്നു കേട്ടു. എടോ, നമ്മളെ അറബി മരിച്ചു, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. റംഷി ഒന്ന് ഞെട്ടിപ്പോയി. തന്റെ പാസ്പോർട്ട് അടക്കമുള്ള എല്ലാം അറബിയുടെ കയ്യിലാണ്. വിസ ഇങ്ങോട്ട് മാറ്റി വരുന്നതേ ഉള്ളൂ. എല്ലാം മൂപ്പരാണ് കൈകാര്യം ചെയ്തത്. ഇതിപ്പോ അവൻ ഉറക്കെ ഒന്ന് കരയാനാണ് തോന്നിയത്. കട തുറക്കണ്ട, അവസാനമായി അയാളൊന്ന് പോയി കാണണം. നല്ലൊരു മനുഷ്യനാണ്. എല്ലാവരും അയാളെ കാണാൻ പോകുമ്പോൾ കൂടെ റംഷിയും പോയി. മരിച്ച വീട്ടിൽ നാട്ടിലെ പോലെ വലിയ ബഹളവും കരച്ചിലും ഒന്നുമില്ലായിരുന്നു. അവൻ കൗതുകത്തോടെ അയാളെ നോക്കി. എപ്പോഴും മുഖത്തുണ്ടാവുമായിരുന്ന ആ ചിരി ഇപ്പോഴും ഉണ്ട്. നല്ല ഉയരമുള്ള ഒരു തടിയൻ അവരെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. മാനേജർ അയാളെ നോക്കി. പടച്ചോനെ, ഇനി ആ അബൂജാലിനെ സഹിക്കണമല്ലോ. മാനേജർ പറഞ്ഞത് എന്താണെന്ന് റംഷിക്ക് മനസ്സിലായില്ല. എങ്കിലും ആ തടിയനെ നോക്കിയാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലായി. വലിയൊരു കൊട്ടാരമായിരുന്നു അറബിയുടെ വില്ല. അകത്തളങ്ങളിൽ ഭാര്യമാരുടെ അടക്കിപ്പിടിച്ച സംസാരങ്ങൾ കേൾക്കാം. അറബി നാട്ടിൽ സമ്പത്തിനനുസരിച്ച് ഭാര്യമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അവിടുത്തെ കബറടക്കത്തിന് മയ്യത്തെടുത്തപ്പോൾ മനുഷ്യജീവികളെക്കാൾ ഏറെ വെപ്രാളം കാണിച്ചത് ഒട്ടകങ്ങളും അറബിയുടെ പൂച്ചയുമായിരുന്നു. അദ്ദേഹത്തിന്റെ മയ്യത്തുമായി നടന്നു പോകുന്ന വഴിയിലുടനീളം പൂച്ച വിടാതെ പിന്തുടരുന്നത് റംഷി ശ്രദ്ധിച്ചു. പറമ്പിൽ കെട്ടിയ ഒട്ടകം കയറ് പൊട്ടിച്ച് അവർക്കൊപ്പം നടന്നു പോകാൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അത്രയേറെ വാത്സല്യത്തോടെ സഹജീവികളെ ആ മനുഷ്യൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്നും പടിയിറങ്ങുമ്പോൾ റംഷിയുടെ മനസ്സിൽ
തന്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ഭാരം നിറച്ചിരുന്നു. റംഷിക്ക് മാത്രമല്ല, അറബിയുടെ ജോലിക്കാർക്ക് എല്ലാം ആ ചിന്തയുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. കഫ്റ്റീരിയയിൽ ഇടയ്ക്കിടയ്ക്ക് അറബിയുടെ തടിയനായ പുത്രൻ വരാൻ തുടങ്ങി. കണ്ണുകൾ ഇറുകിക്കുറുകിയ അയാൾ എപ്പോഴും പാതി മയക്കത്തിലാവും. കഫ്റ്റീരിയയിലെ ഫിലിപ്പീനി പെൺകുട്ടികൾ അയാൾ പലപ്പോഴും പല രീതിയിൽ സമീപിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അന്ന് ആ ദിവസം റംഷിയുടെ ജീവിതത്തിൽ ഇരുൾ നിറഞ്ഞതായിരുന്നു. അവന്റെ ജീവിതത്തെ തന്നെ മറക്കാൻ കഴിയാത്തൊരു ദിവസം. അധ്യായം 4. സീനത്തിന്റെ ഉള്ളില് നിറയെ ആദി നിറച്ചുകൊണ്ട് വീടിന്റെ മുറ്റത്ത് പന്തലുയർന്നു. ഷംനാദിൽ നിന്നും ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ മൊബൈലിൽ ഷംനാദിനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ ബന്ധപ്പെടാൻ കഴിയുമായിരുന്നില്ല. അവൾ അസ്വസ്ഥതയോടെ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തുടങ്ങി. റംഷിയുടെ നമ്പറിൽ ശ്രമിച്ചു. റിങ്ങുണ്ട്, പക്ഷേ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ബിരിയാണി മൂസക്കയുടെ കൊതിയൂറുന്ന ബിരിയാണിയുടെ ഗന്ധം മൂക്ക് തുളച്ചു കയറി തുടങ്ങി. പെട്ടെന്ന് സീനത്തിന്റെ ഫോണിന് ശബ്ദിച്ചു. അവളൊന്ന് ഞെട്ടി. ഷംനാദായിരുന്നു ഫോണില്. ഹലോ ഹലോ, താൻ എന്ത് പണിയാടോ കാണിച്ചത്? ഞാൻ തന്നോട് പറഞ്ഞല്ലേ എനിക്ക് ഒരാളുണ്ട്, പറ്റില്ലെന്ന്. എന്നിട്ടും എന്തിനാ എന്നോടിങ്ങനെ? എനിക്ക് തന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തോന്നുന്നില്ലടോ. ഓനിപ്പോ നാട്ടിലൊന്നും ഇല്ലല്ലോ. പിന്നെ എനിക്കും ഉണ്ടായിരുന്നു ഇങ്ങനെ ചില ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ ആദ്യ രാത്രിക്ക് ശേഷം ആയുസില്ല എന്നതാണ് എൻ്റെ നിഗമനം. എനിക്ക് തന്നെ ഇഷ്ടമായി. ഇനി അതല്ല, തനിക്ക് തീരെ താല്പര്യമില്ലെങ്കിൽ താൻ തന്നെ വീട്ടുകാരോട് പറയും. തനിക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എനിക്കാണോ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുക? താൻ പറയടോ. സീനത്ത് മറുപടി ഒന്നും പറയാതെ തരിച്ചു നിന്നു. ഭൂമി തലകീഴായി മറിയുന്നത് പോലെ. ബെഡിൽ തലയമർത്തി വെച്ച് തന്റെ സങ്കടങ്ങളെല്ലാം പെയ്തു തീർക്കുകയായിരുന്നു അവൾ. എന്റെ പ്രിയപ്പെട്ട റംഷി, നീ മാത്രമായിരുന്നില്ല എന്റെ ജീവൻ. 100 ജന്മങ്ങളിലും 100 ലോകങ്ങളിലും സ്നേഹത്തിന്റെ 100 വർണ്ണങ്ങളിലും ഏതു പതിപ്പുകളിലും എനിക്ക് നിന്നെ മാത്രമേ കണ്ടെത്താനും തിരഞ്ഞെടുക്കാനും കഴിയൂ. സ്വപ്നങ്ങളുടെ താഴ്വാരയിൽ ഒന്നിക്കാനാണ് വിധിയെങ്കിൽ നിദ്രയുടെ താഴ്വാരയിൽ പോകാനാണ് എനിക്കിഷ്ടം. എനിക്കൊരു ജീവിതമുണ്ടെന്ന് തോന്നുന്നത് നമ്മൾ ആഗ്രഹിക്കും പോലെ നമ്മൾ ഒരാളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ്. സീനത്തിനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ആശ്വസിപ്പിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. വാതിലിൽ ആരോ ശക്തിയായി മുട്ടുന്നത് കേട്ടു. കണ്ണുകൾ തുടച്ച് അവൾ വാതിലിന്റെ കൊളുത്തുകൾ നീക്കി. പുറത്ത് സീനത്തിന്റെ കൂട്ടുകാരികളായ ഉമ്മുവും ഹൈറുവുമായിരുന്നു. ഉമ്മു കുൽസുവിനെ ഉമ്മു എന്നും ഹൈറുന്നീസിയെ ഹൈറു എന്നുമാണ് വിളിക്കാറ്. കുട്ടിക്കാലം മുതൽ അവർ ഒന്നിച്ചാണ് ജീവിച്ചത്. അത്രയും. മുഖത്തെ മുഴുവൻ സന്തോഷവും ഒരു നാണത്തിലും ചിരിയിലും ഒതുക്കി ഹൈറു സീനത്തിനെ ഇക്കിളികൂട്ടി. എന്താണ് മോളെ, മുറിയൊക്കെ അടച്ചുപൂട്ടിയ ഒരു സ്വപ്നം കാണല്? അയ്യട കണ്ടില്ലേ പെണ്ണിന്റെ ഒരു നാണം. അല്ലടി, നമ്മുടെ റംഷിയെ എന്താ താൻ വേണ്ടാന്ന് വെച്ചത്? അല്ലെങ്കിലും നന്നാടി. ഈ കൂലിപ്പണിക്കാരെയൊക്കെ കെട്ടിയ ജീവിതം മുഴുവൻ പ്രാരാബ്ധമായിരിക്കും. എങ്ങോട്ടെങ്കിലും പോകാൻ പറഞ്ഞെങ്കിലും എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പറഞ്ഞാലോ രണ്ടറ്റവും കൂട്ടി മുട്ടിക്കാൻ പെടുന്ന കാര്യവും പെടാപ്പാടുകളും കുറിച്ച് മാറാപ്പും അഴിച്ചു കാരണം സഹിതം വിധം വിളമ്പിക്ക് തുടങ്ങും. ജീവിതം ഒന്നേ ഉള്ളൂ മോളെ, ഉള്ളത് അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്ക്. ആള് വക്കീലല്ലേ, പറയുന്നതാ ക്യാഷ്. അല്ലെങ്കിലും എന്താ ഒരു അന്തസ്. അയാൾ ശ്വാസം വിടാതെ ഇത്രയും പറഞ്ഞപ്പോ സീനത്ത് അവളെ കെട്ടിപ്പിടിച്ചു. എനിക്ക് കല്യാണം വേണടി. ജോലിയും പൈസയും ഒന്നും അല്ലോട് ജീവിതം തീരുമാനിക്കുന്നത്. 2 ആളുകളുടെ മനസ്സിലാണ്. ഇയാളോട് ഞാൻ എന്റെ കാര്യങ്ങൾ അത്രയും പറഞ്ഞതാണ്. പക്ഷെ അയാൾ എന്നെ പറഞ്ഞു പറ്റിച്ചു. ഇപ്പൊ ഞാൻ ചെകുത്താനും കടലിനിടയിലായ പോലെ. എന്റെ പൊന്നു സീനത്തെ, നീ എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ അറിഞ്ഞ ഷുക്കൂർ മാമയും ഷംല മാമയും എന്താവും പറയാ? അവരുടെ അവസ്ഥ എന്താവും? എനിക്കറിയില്ലടോ. പക്ഷേ എനിക്കറിയുന്ന ഒന്നുണ്ട്. എനിക്ക് റംഷിയെ മറക്കാൻ കഴിയില്ല. അവന്റെ വാടക വീടാണെങ്കിൽ കൂടി കുഴപ്പമില്ല. എടീ, അതിനവൻ ഗൾഫിലല്ലേ. അവൻ വരുന്നവരെ താൻ എന്ത് ചെയ്യും? എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ വേറൊരാൾക്ക് മുന്നിലും നിന്നു കൊടുക്കില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇന്ന് വരുന്നത് നിന്റെ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ കെട്ടിയ പന്തലും ഈ ആഘോഷങ്ങളും നിനക്ക് വേണ്ടിയാണ്. കലവറയിൽ ഒരുങ്ങുന്ന ഭക്ഷണങ്ങൾ അത്രയും നിന്നെ ആശീർവദിക്കാൻ എത്തുന്നവർക്കുള്ളതാണ്. ഇവിടെ നമ്മള് പെണ്ണുങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയാ? ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞൂടെ? ഉമ്മുവിന്റെ ചോദ്യം സ്വാഭാവികമായിരുന്നു. ഇല്ല, ഇനി അത് പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അവർ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്റെ സീനത്തെ, നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ഉമ്മുവിന് ദേഷ്യം വന്നു തുടങ്ങി. അയാൾ എന്നെ ചതിച്ചതാണ്. ഉമ്മയുടെയും ഉപ്പയുടെയും കരച്ചിൽ സഹിക്കാതെയാണ് പെണ്ണ് കാണാൻ നിന്നു കൊടുത്തത്. അപ്പോൾ അയാളോട് പറഞ്ഞിരുന്നു എനിക്ക് വേറെ ഇഷ്ടമുണ്ടെന്ന്, എനിക്കിതിന് കഴിയില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമായില്ല എന്ന് പറയണമെന്ന്.
പക്ഷേ അയാൾ അപ്പോൾ അതിന് ശരി പറഞ്ഞുവെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് പറയുക മറക്കാനും ആർക്കും വിട്ടുകൊടുക്കാനും കഴിയില്ല. പ്രണയത്തിന് ഇഷ്ടത്തിനൊന്നും ഒരു ആദ്യ രാത്രിക്ക് അപ്പുറത്തേക്ക് ആയിസില്ല. എന്റെടാ, വല്ലാത്തൊരു ദുരന്തം തന്നെയാണല്ലോ. ഉമ്മു അവളെ സഹതാപത്തോടെ നിന്ന് നോക്കി. ഉമ്മു, നിനക്കിതൊന്നും അമ്മയോട് പറഞ്ഞൂടെ? അയാറു ഉമ്മുവിനോട് ചോദിച്ചു. എന്റെ പറച്ചോനെ, എനിക്ക് പേടിയാണ്. എടോ, നമ്മളെ സീനത്തിനു വേണ്ടിയില്ലേ? മനസ്സില്ലാ മനസ്സോടെ ഉമ്മു പതിയെ മുറിയിൽ നിന്നിറങ്ങി ഷുക്കൂറിന്റെ അടുത്തെത്തി. അദ്ദേഹത്തിനൊപ്പം വേറെയും 2-3 ആളുകളുണ്ടായിരുന്നു. മാമ, ആരിത് ഉമ്മോ? എന്താണ്? എവിടെ എന്റെ ബാപ്പയമ്മയും? അവര് വരും മാമ. ഉപ്പ കച്ചവടം കഴിഞ്ഞ ഉടൻ. എന്റെ ബാപ്പാന്റെ മീൻ കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട്. നിന്നെ വേഗം കെട്ടിച്ചുവിടാൻ ഒരു പിയാപ്പിളെ നോക്കാൻ പറയണം. ഉമ്മുവിന്റെ മുഖത്തൊരു നാണം വിടർന്നു. മാമ, ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് മോളെ? പറയ്. ഷുക്കൂർ ഉമ്മുവിനോട് ചേർന്ന് നിന്നു. മാമ, സീനത്തിന് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് കരയുന്നു. ഷുക്കൂർ ഒന്ന് ചിരിച്ചു. അതവള് നിങ്ങളെ കളിയാക്കിയതാവും. അവൾ സമ്മതം പറഞ്ഞിട്ടാണ് ഈ കല്യാണം ഉറപ്പിക്കൽ നിൽക്കുന്നത്. അവളത് എന്നോട് നേരത്തെ പറഞ്ഞതാണ്. അല്ല മാമ, അത് അവൾക്കൊരു ചതി പറ്റിയതാണ്. മാമ ഒന്ന് അവളോട് സംസാരിക്കണം. ഷുക്കൂറിന്റെ മുഖമൊന്ന് കറുത്തിരുണ്ടു. അയാൾ സീനത്തിന്റെ മുറിയിലേക്ക് നടന്നു. സീനത്ത് അപ്പോഴും പേടിച്ചു നിൽക്കുകയാണ്. കൂടെ ആയിരോ. എന്താണ് സീനു എന്റെ പ്രശ്നം? നീ പറഞ്ഞിട്ടല്ലേ ഇതിന് ഞങ്ങൾ മെനക്കെട്ടത്? ഉപ്പ, എനിക്കിത് വേണ്ടപ്പാ. ഞാൻ അയാളോട് പറഞ്ഞിരുന്നു. പക്ഷെ അയാള് ഇതൊക്കെ നിസാര എന്ന രീതിയിലാണ്. അതാണ് പഠിപ്പും പേരുമുള്ള ചെക്കന്മാര്. ഉപ്പ, എനിക്ക് വയ്യപ്പാ. ഇയാളെ എനിക്ക് വേണ്ട. ഓ, പിന്നെ ആ ഓന് വേണ്ടിയിട്ടാവും കാത്തിരിക്കുന്നത് അല്ലേ? അധികം വളച്ചിലെടുത്താലുണ്ടല്ലോ, എനിക്കറിയാത്ത ഗൾഫൊന്നുമല്ല. ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ കുഴിച്ചു മൂടും അവനെ. നീ മനസ്സിലാക്കിക്കോ. അതെ, ഓളത്തുള്ളലിനനുസരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ആളുകളുള്ളത്. നിങ്ങളും അതിനുവേണ്ടി മെനക്കെടണ്ട. ഹൈറുവിനെയും ഉമ്മുവിനെയും മുറിയിൽ നിന്നും അയാൾ ആട്ടിയിറക്കി. ഉച്ചത്തിലുള്ള സംസാരം കേട്ട് ഷംല അപ്പോഴേക്ക് അവിടെ എത്തിയിരുന്നു. എന്താണ്? എന്തു പറ്റി? വളർത്തുദോഷം. ഞാൻ നീ പറയുന്ന പൈസ എല്ലാം അയച്ചിട്ടും ഈ കുട്ടികളെ ഒന്ന് നേർവഴിക്ക് വളർത്താൻ നിനക്കായില്ലല്ലോ. നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ വിളിച്ചു പറയുന്നത്? അതേടി, നീ നിന്റെ മക്കളും ചേർന്ന് എനിക്ക് തരുന്ന ഭ്രാന്ത്. ഒരു തവണ പറയും എനിക്ക് അയാളെ ഇഷ്ടമാണ് എന്ന്, പിന്നെ പറയും അത് വേണ്ട എന്ന്. ഇതെന്താ കുട്ടിക്കളിയാണോ? എന്തൊക്കെയാ മോളെ സീനി ഈ ഉമ്മച്ച് കേൾക്കുന്നത്? എന്ത് സമാധാനാ ഞാൻ ഇതിന് പറയേണ്ടത്? അതെ അമ്മ, ഉമ്മച്ച് പറയൂ. മുടങ്ങാതെ പൈസ അയച്ചു കിട്ടിയത് കൊണ്ട് മാത്രം ഉമ്മ സന്തോഷവതിയായിരുന്നു. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പൈസയും നല്ല വീടും കാറും ഒക്കെ ഉണ്ടായിരുന്നില്ലേ നമുക്ക്? എന്നിട്ടും വാപ്പച്ചി സ്നേഹത്തോടെ അടുത്തില്ലാതിരുന്ന ഒരു കുറവ് മാത്രം ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഉമ്മ സത്യം പറ, ഈ ജീവിതത്തിൽ ഉമ്മ സന്തോഷവതിയാണോ? ഷംല ഒരു നിമിഷം തരിച്ചു നിന്നു. ഷുക്കൂർ അവർ എന്തു പറയുമെന്നറിയാൻ ആകാംക്ഷയോടെ ഷംലയെ നോക്കി. ആരായിരുന്നു ഉപ്പ? 2-3 വർഷത്തിൽ ഒരു മാസം വിരുന്നു വരുമ്പോൾ ഒത്തിരി സമ്മാനങ്ങളുമായി വരുന്ന ഒരാള്. അതിൽ കൂടുതൽ ആരാണ് നമുക്കുപ്പ? പ്രിയപ്പെട്ടവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ്. ഇതിന്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ ഭാഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.